നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മള് സുസ്മിതയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കല്ലേ. ഈ അസുഖത്തിന്റെയും ചികിത്സയുടെയും കാര്യമൊന്നും പുറത്താരും അറിയണ്ട. ഒരു മനോരോഗിയെ വിവാഹം കഴിക്കാൻ ആരും തയ്യാറാകത്തില്ല. അത് ശരിയമ്മ, അത് ശരിയമ്മ. ആരും അറിയാതെ നോക്കാം. മോളെ സുസ്മിത വന്നേ. ആന്റി, ശരിക്കും ഇവൻ റൂമിലേക്ക് വന്നില്ലായിരുന്നോ? ഇവനുമായി സംസാരിച്ചെന്നും റൂമിൽ പൂട്ടിയിട്ടെന്നും ഒക്കെ എനിക്ക് തോന്നിയതാണോ? അല്ലെങ്കിൽ ഇവര് പറയുന്നത് പോലെ ഇവനെങ്ങനെ പുറത്തുനിന്ന് വരുന്നത്? എന്താ മോളെ ഒരു ആലോചന? സൂക്ഷിച്ചു പോണേ. വിഷ്ണുവേട്ടന് മനസ്സിലായില്ലേ? എന്ത്? ഈ റൂമിൽ സുസ്മിത ഒരാളെ പൂട്ടിയിട്ടെന്നുള്ളത് സത്യം തന്നെയാ. അതവളുടെ തോന്നലൊന്നും അല്ല. അതെനിക്ക് മനസ്സിലായില്ല. രോഹിത്തിന് വേണ്ടിയിട്ടുള്ള സുസ്മിതയുടെ ട്രാപ്പായിരുന്നു അത്. സംഗതി നടന്നില്ലെന്ന് മാത്രം. അല്ല, എന്ത് ട്രാപ്പ്? ശാലിനി, ഇനി അതേ ഉള്ളൊരു വഴി. വേഗമാ രോഹിത്, ചാവി അവൾ എടുക്കാതെ പോയത് ഭാഗ്യായി. വേഗം ആവട്ടെ, പോ. വാ. വന്നേ. അപ്പൊ അങ്ങനെയാണോ സംഭവം? അതെ, രോഹിത് എന്നെ ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിൽ സുസ്മിത ആഗ്രഹിച്ചതെല്ലാം നടക്കുമായിരുന്നു. രോഹിത്തിനെ മോശക്കാരനാക്കി ഈ വീടിനെ പുറത്താക്കണമായിരുന്നു അവൾക്ക്. സത്യാമ്മ ഒരു പക്ഷെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനും സാധ്യത ഉണ്ടായിരുന്നു. രോഹിത് തേടി നടക്കുന്നത് ഈ സുസ്മിതയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് രോഹിത്തിനോടുള്ള മുൻവൈരാഗ്യത്തില് സുസ്മിത പെടുത്തിയതാണെന്നുള്ള വാദവും നിലനിൽക്കുമായിരുന്നില്ല. ബുദ്ധിപൂർവ്വമാണ് അവളുടെ കളി അല്ലേ? അവളെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഈ ബുദ്ധി എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ നാടിന് ഗുണം ഉണ്ടായേനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.